അങ്ങനെ പൂജ കൃഷ്ണയും സിബിനും ബിഗ് ബോസ് ഹൌസിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ഇപ്പൊ ലൈവിൽ ബിഗ് ബോസ് തന്നെ മറ്റ് മത്സരാർത്ഥികളോട് പറഞ്ഞ വിവരമനുസരിച്ച് സിബിനും പൂജ കൃഷ്ണയും ഇനി വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യപരമായ കാരണത്താൽ പൂജയ്ക്ക് ഗെയിമിലേക്ക് മടങ്ങി വരാൻ പറ്റില്ല. അതോടൊപ്പം സിബിനും തിരികെ വരില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒഫീഷ്യലായി തന്നെ കൺഫേം ആയിരിക്കുകയാണ് രണ്ടുപേരും മടങ്ങി വരില്ല എന്നുള്ളത്. വൈൽഡ് കാർഡ് വഴിയാണ് വന്നതെങ്കിലും ഇതുവരെ ബിഗ് ബോസ് ഹൌസിലുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും ബെസ്റ്റ് മത്സരാർത്ഥികളായിരുന്നു പൂജയും സിബിനും. ബ്രില്യൻ പ്ലെയേഴ്സ് ആയിരുന്നു. വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രം ശബ്ദമുയർത്തി സംസാരിച്ചുകൊണ്ടിരുന്ന മറ്റ് മത്സരാർത്ഥികളുടെ ഇടയിൽ പോയിന്റ്സിലൂടെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ വായടപ്പിക്കുന്ന രീതിയിലുള്ള എതിരാളികളായിരുന്നു പൂജയും സിബിനും. സിബിനൊക്കെ ബിഗ് ബോസ് ഹൌസിനുള്ളിൽ വന്നതിന് ശേഷമാണ് ബിഗ് ബോസ് ഹൌസ് തന്നെ ഒരു പക്ക എന്റർടൈനിങ് ആയത്. പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരമാണ് സിബിൻ അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുന്നതെന്നും സിബിന്റെ മൈൻഡിൽ പുറത്ത് പ്രേക്ഷകർ ഫുൾ സിബിനെതിരെ നെഗറ്റീവ് ആണ് എന്നുള്ള രീതിയിലും രജിസ്റ്റർ ചെയ്യാനായിട്ട് ബിഗ് ബോസിന് സാധിച്ചു. ലാലേട്ടന്റെ വീക്ക്ലി എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് തന്നെ പവർ ടീമിലായിരുന്ന സിബിനെ പവർ ടീമിൽ നിന്നും ഇറങ്ങിപ്പോവാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് കണ്ടിരുന്നു. ഒരു സെൽഫ് റെസ്പെക്ട് ഉള്ള ആൾക്ക് ഒരിക്കലും അവിടെ നിൽക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് സിബിനെ അപമാനിച്ചത്. ഡിസ്കിന്റെ പ്രശ്നം പറ്റിയതിനെ തുടർന്നാണ് പൂജനെ ബിഗ് ബോസ് ഹൌസിൽ നിന്നും കൊണ്ടുപോയത്. ഏതായാലും സിബിനും പൂജയും ഇന്നോ നാളെയോ ആയിട്ട് കേരളത്തിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ കപ്പ് തന്നെ കൊണ്ടുപോകാൻ യോഗ്യതയുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു. ഉറപ്പായും സിബിൻ അവിടെ നിന്ന് കളിച്ചിരുന്നെങ്കിൽ ബിഗ് ബോസ് മലയാളത്തിലെ ആദ്യ വൈൽഡ് കാർഡ് വിന്നർ ആവാൻ സിബിന് സാധിച്ചേനെ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.